ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ബലിപ്പെരുന്നാളിൻ്റെ ആശംസകൾ. നിങ്ങൾ നടത്തുന്ന ഒരു ചടങ്ങിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയും ബന്ധുമിത്രാദികളെയും സഹപ്രവർത്തകരെയും ക്ഷണിക്കുന്നു. സാധാരണ രീതിയിൽ മിക്കവാറും എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കും. എന്നാൽ ചില ആളുകൾ ചില കാരണങ്ങൾ പറഞ്ഞിട്ട്, ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് അതിൽ സംബന്ധിക്കാതെ മാറി നിൽക്കും. അവർ പറയും, ഞങ്ങൾക്ക് വേറൊരു ചടങ്ങുണ്ട് പങ്കെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളിവിടെ സ്ഥലത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു യാത്രയിലായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറി നിൽക്കും. സാമ്പത്തിക ജീവിതവും ഇതുപോലെ തന്നെയാണ്. സാമ്പത്തിക ജീവിതത്തിൽ ഭൂരിപക്ഷം ആളുകളും അധ്വാനിക്കുമ്പോൾ, അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന, അലസമായി നിലകൊള്ളുന്ന ചില ആളുകളുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ അധ്വാനിക്കാത്തതിന്, പരിശ്രമിക്കാത്തതിന് അവർ ചില ഒഴിവ് കഴിവുകൾ കണ്ടെത്തും. അവർ പറയും, മാർക്കറ്റ് ഭയങ്കര ടഫാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക ഉൽപ്പന്നം അതിന് വില കൂടുതലാണ്, അല്ലെങ്കിൽ ഈ ബ്രാൻഡ് ആളുകൾക്ക് ഇഷ്ടമല്ല, ആളുകൾക്ക് ഇഷ്ടം അവരുപയോഗിക്കുന്ന വേറൊരു ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധാരണക്കാരെ കൊണ്ട് പറ്റില്ല. ബിസിനസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ളതാണ്, അതൊക്കെ എല്ലാവരെ കൊണ്ടും കഴിയില്ല, ഞങ്ങളെ കൊണ്ടൊന്നും ഇതിനുള്ള ശേഷിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ ബിസിനസ് ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ ജോലി ചെയ്യാതിരിക്കും, പണം ഉണ്ടാക്കാതിരിക്കും. പക്ഷേ ഏറ്റവും രസകരമായ വസ്തുത, ഇതേ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവരുടെ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ അവരറിയുന്ന മറ്റാളുകളോ ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ആളുകൾക്ക്, ഈ മാറി നിൽക്കുന്നവർക്ക് വാസ്തവം പറഞ്ഞാൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല, അധ്വാനിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അതിനുവേണ്ടി അവർ ചില ഒഴിവ് കഴിവുകൾ കണ്ടെത്തുന്നു എന്ന് മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.